ഹായ്, ഞാൻ മുസിന, ഹീലിയസ് ന്യൂറോ ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത് കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. കുട്ടികളിലും കൗമാരക്കാരിലും ഒരുപോലെ കാണുന്ന ഒരു സ്വഭാവ വൈകല്യമാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ 10 വയസ്സിന് മുന്നേ തന്നെ കണ്ടു തുടങ്ങുന്നുണ്ട്. പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. കണ്ടക്ട് ഡിസോർഡേഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ കുട്ടികൾ ഭയങ്കര വാശിക്കാരും അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ ഇവർ നടത്തി തുടങ്ങും. സാധനങ്ങൾ നശിപ്പിക്കുക, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കുക എന്നതും, മൃഗങ്ങളോട് ക്രൂരമായിട്ട് പെരുമാറുക, റൂൾസ് വയലേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ പല രീതിയിൽ പല സെറ്റിംഗ്സിലായിട്ടാണ് കുട്ടികളിൽ കാണുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത് കണ്ടക്ട് ഡിസോർഡർ കൺഫൈൻഡ് ടു ഫാമിലി കോണ്ടെക്സ്റ്റ്, രണ്ടാമത്തത് അൺസോഷ്യലൈസ്ഡും, മൂന്നാമത്തത് സോഷ്യലൈസ്ഡ് കണ്ടക്ട് ഡിസോർഡർ. ഇതിൽ ഈ കൺഫൈൻഡ് ടു ഫാമിലി കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളിൽ കണ്ടക്ട് ഡിസോർഡറിന്റെ മേൽ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ അവർ ഫാമിലിയിൽ മാത്രമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പ്രത്യേകിച്ച് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അതേപോലെ സിബ്ലിങ്സിന്റെ അടുത്തായിരിക്കും ഈ ലക്ഷണങ്ങൾ കാണിക്കുക. ഇവരുടെ ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിക്കല്ലായിരിക്കും പോകുന്നുണ്ടാവും. എന്നാൽ ഇവർ പുറത്ത് ഫാമിലി സെറ്റിങ്സ് അല്ലാത്ത പുറത്ത് സെറ്റിങ്സിൽ ഇവർ നന്നായിട്ടായിരിക്കും നല്ല ബിഹേവിയർ ആയിരിക്കും ഇട്ടുണ്ടാവുക. സ്കൂളിലും അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും കിട്ടാതെ പോകുന്ന കുട്ടികളായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് അൺസോഷ്യലൈസ്ഡ് കണ്ടക്ട് ഡിസോർഡർ ആണ്. ഇവിടെ പിയർ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ലായിരിക്കും. എപ്പോഴും ഫൈറ്റ് ആയിരിക്കും പിയർ റിലേഷൻഷിപ്പ്. അതായത് ഫ്രണ്ട്സിനോട് എപ്പോഴും അവർ തല്ലുകൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും ഈ അൺസോഷ്യലൈസ്ഡ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. തേർഡ് വണ് സോഷ്യലൈസ്ഡ് കണ്ടക്ട് ഡിസോർഡർ ആയിരിക്കും. ഇവർ ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക ഒരു ഗ്യാങ് ഓഫ് കുട്ടികളുടെ കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് അവർ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ അവരുടെ സെയിം സ്വഭാവമുള്ള കുട്ടികളെയായിരിക്കും അവർ ചൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആ ഗ്യാങ്ങിൽ ഇരുന്നിട്ടായിരിക്കും ഈ ഒരു ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ക്രൈംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സോഷ്യലൈസ്ഡ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ചുരുക്കം കുട്ടികളിലും അതേപോലെ ഡയഗ്നോസ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് കണ്ടക്ട് ഡിസോർഡർ ആണ്. കണ്ടക്ട് ഡിസോർഡർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫാമിലി പ്രോബ്ലംസ് ആണ്. അച്ഛനും അമ്മയും എപ്പോഴും തല്ല് കൂടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടിക്ക് കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ വരാൻ ഹൈ ചാൻസസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്, നെഗ്ലക്റ്റ് നേരിട്ടിട്ടുള്ള കുട്ടിക്കും ഇങ്ങനെ കണ്ടക്ട് ഡിസോർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പറയുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ അമ്മ സ്ട്രെസ് എടുത്തിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് കണ്ടക്ട് ഡിസോർഡർ വരാൻ ചാൻസസ് ഉണ്ട്. സ്ക്രീൻ ഉപയോഗം കൂടുതലായിട്ട് അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്കും കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മെയിനായും കണ്ടക്ട് ഡിസോർഡറിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ബിഹേവിയർ തെറപ്പിയാണ്. അതായത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് ബിഹേവിയർ തെറപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫാമിലി തെറപ്പി, CBT, പാരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ്, ഇതൊക്കെയാണ് കണ്ടക്ട് ഡിസോർഡറിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്. പ്രോപ്പർ ടൈമിൽ കണ്ടക്ട് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിലും കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിലും അത് അഡൾട്ട്ഹുഡിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്രൈംസ് ചെയ്യുക, വലിയ റോബറീസ് ചെയ്യുക, അതേപോലെ തന്നെ ഡ്രഗ് അബ്യൂസിനും നയിക്കുന്ന ഒരു ബിഹേവിയർ ആണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. ഇതിനായി ഞങ്ങളുടെ നടത്തറയിലെ ഹീലിയസ് ന്യൂറോ ഡെവലപ്മെന്റ് സെന്ററുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. താങ്ക് യു.